ഡിയർ ഫ്രണ്ട്സ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ വിവിധ ഇനം കോശങ്ങളെ കുറിച്ചും കോശങ്ങളെല്ലാം ചേർന്ന് രൂപീകൃതമാകുന്ന കലകളെ കുറിച്ചും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. വിവിധ ഇനം കലകളെ കുറിച്ച് നമ്മൾ പഠിച്ചു. നിങ്ങൾക്ക് ഓർമ്മ കാണുമെന്ന് കരുതുന്നു. വിവിധ തരം സെൽസുകളെ കുറിച്ചും സെൽസ് കമ്പൈൻ ചെയ്ത് ഉണ്ടാകുന്ന ടിഷ്യൂകളെ കുറിച്ചും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു കഴിഞ്ഞു. ഇനി ഈ കലകളെല്ലാം ചേർന്ന് എന്തൊന്നാണ് ഉണ്ടാകുന്നതെന്നും അവയുടെ ഫങ്ഷൻസ് എന്തൊക്കെയാണ് എന്നും നമ്മൾക്ക് ഈ ക്ലാസ്സിൽ പഠിക്കാം. നമ്മൾ പഠിച്ച വിവിധ ഇനം കലകൾ എന്തൊക്കെയായിരുന്നു? നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ആവരണകല, നാഡീകല, പേശീകല, യോജകകല. മസ്കുലർ ടിഷ്യൂ, കണക്റ്റീവ് ടിഷ്യൂ, നെർവസ് ടിഷ്യൂ, എപ്പിത്തീലിയൽ ടിഷ്യൂ. ഇങ്ങനെ 4 കലകളെ കുറിച്ചാണ് നമ്മൾ വിശദമായി പഠിച്ചത്. ആ 4 കലകളും 4 കലകളുടെ ഫങ്ഷനും നമ്മുടെ ഓർഗനെ എങ്ങനെയൊക്കെയാണ് അത് സഹായിക്കുന്നതെന്നും എല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ഇനി ഈ കലകളെല്ലാം ചേർന്ന് എന്തോന്നാണ് ഉണ്ടാകുന്നത്? കലകളെല്ലാം ചേർന്നാണ് നമ്മുടെ അവയവങ്ങൾ ഉണ്ടാകുന്നത്, ഓർഗൻസ് ഉണ്ടാകുന്നത്. ഈ ടിഷ്യൂസ് എല്ലാം ചേർന്നാണ് വിവിധ ഇനം ഓർഗൻസ് നമ്മൾക്ക് ഉണ്ടാകുന്നത്. ഒരു ഓർഗന്റെ എക്സാമ്പിൾ പറഞ്ഞേ. നമ്മുടെ സ്റ്റൊമക്ക്, നമ്മുടെ ആമാശയം ഒരു അവയവമാണ്. അതുപോലെ നമ്മളുടെ ഈ ഡൈജഷനിൽ നടക്കുന്ന നമ്മളുടെ കുടല് ഒരു അവയവമാണ്. നമ്മുടെ കരള് ഒരു അവയവമാണ്. ഇങ്ങനെ വിവിധ ഇനം അവയവങ്ങൾ ചേർന്നാണ് നമ്മുടെ ശരീരം നിർമ്മിതമായിരിക്കുന്നത്. ഇനി ഈ അവയവങ്ങളെല്ലാം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നും അവ ഒത്തുചേർന്ന് പ്രവർത്തിക്കുമോ സെപ്പറേറ്റ് ആയിട്ട് പ്രവർത്തിക്കുമോ എന്നെല്ലാം നമ്മൾക്ക് ഈ ക്ലാസ്സിൽ പഠിക്കാം. നമ്മളുടെ ഉദാഹരണമായിട്ട് നമ്മളുടെ കുടലും നമ്മളുടെ ആമാശയവും നമ്മളുടെ ഡൈജഷന് വേണ്ട സംഗതികളാണ്. കരൾ, കുടല്, ആമാശയമെല്ലാം. ഇവയെല്ലാം ചേർന്ന് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? നമ്മുടെ ഇൻഡസ്റ്റൈനും നമ്മളുടെ സ്റ്റൊമക്കും നമ്മുടെ ലിവറും ചേർന്ന് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നോക്കാം. അതിനു മുന്നേ ഈ ഓർഗൻസ്, ഈ അവയവങ്ങളെല്ലാം ഉണ്ടായിരിക്കുന്നത് വിവിധ ഇനം കലകളിൽ നിന്നാണെന്ന് നമ്മൾക്കറിയാം. ആ 4 കലകൾ ആവരണകല, നാഡീകല, യോജകകല, പേശീകല. മസ്കുലർ ടിഷ്യൂ, എപ്പിത്തീലിയൽ ടിഷ്യൂ, നെർവസ് ടിഷ്യൂ, കണക്റ്റീവ് ടിഷ്യൂ. ഈ 4 ടിഷ്യൂകൾ ചേർന്നാണ് ഈ അവയവങ്ങൾ ഉണ്ടായിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കുറച്ച് സൂചകങ്ങൾ തന്നിട്ടുണ്ട്, കുറച്ച് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ വേണ്ടി. അത് നമ്മൾക്ക് ഓരോന്നായിട്ട് എന്താണെന്ന് നോക്കാം. നിങ്ങളുടെ സൂചകത്തിൽ ആദ്യമായി ചോദിച്ചിരിക്കുന്നത് ചിത്രീകരണത്തിലെ ഓരോ കലയും ഏതൊക്കെ ധർമ്മങ്ങളാണ് നിർവഹിക്കുന്നത്. ചിത്രീകരണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളുടെ ഈ കാണുന്ന ചിത്രീകരണമാണ്. ഈ ചിത്രീകരണത്തിൽ തന്നെ നമ്മൾക്ക് ആദ്യമായി കാണിച്ചിരിക്കുന്നത് നാഡീകലയാണ്, നെർവസ് ടിഷ്യൂ. നാഡീകലയാണ് ആദ്യം കാണിച്ചിരിക്കുന്നത്. ആ നാഡീകല എന്തൊക്കെ ധർമ്മം നിർവഹിക്കും? നമ്മുടെ ചിത്രീകരണത്തിൽ നാഡീകലയുണ്ട്, ആവരണകലയുണ്ട്, യോജകകലയുണ്ട്, പേശീകലയുണ്ട്. ഇങ്ങനെ 4 കലകളുണ്ട്. ഈ കലകളുടെ പ്രവർത്തനത്തെ കുറിച്ചാണ്, ധർമ്മങ്ങളെ കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. നാഡീകലയുടെ ധർമ്മം എന്താണ്? നാഡീകലയാണ് നമ്മളുടെ പുറമേ നിന്നുള്ള എന്തെങ്കിലും ഒരു റിഫ്ലക്സ് ആക്ഷൻ പോലെ നമ്മുടെ നെർവസ് ടിഷ്യൂ പുറമേ നിന്ന് വരുന്ന എന്തെങ്കിലും അന്യവസ്തുക്കളെ പ്രതിരോധിക്കാൻ വേണ്ടിയുള്ള ഇമ്പൾഷൻ നമ്മൾക്ക് നൽകുന്നത് നമ്മുടെ നാഡീകലയാണ്. ഒരു റിഫ്ലക്സ് ആക്ഷൻ പോലെ നമ്മൾ പ്രതികരിക്കും. പിന്നെ നമ്മൾക്ക് നമ്മളുടെ ബോഡി പ്രവർത്തനങ്ങളെയെല്ലാം കൺട്രോൾ ചെയ്ത് കോർഡിനേറ്റ് ചെയ്ത് നിയന്ത്രിച്ച് നിർത്തുന്നത് നമ്മളുടെ നെർവസ് ടിഷ്യൂ ആണ്, നാഡീകലയാണ്. അടുത്തതായി നിങ്ങൾക്ക് ഈ സൂചകത്തിൽ ഫംഗ്ഷൻ ചോദിച്ചിരിക്കുന്നത് ആവരണകല. ആവരണകല നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ വിശദമായി പഠിപ്പിച്ചത് തന്നെയാണ്. നമ്മളുടെ പുറം ഭാഗത്തും ഡൈജസ്റ്റീവ് ട്രാക്കിന് നമ്മുടെ കുടലിന്റെ പാളിയിലുമായിട്ട് കാണപ്പെടുന്നതാണ് ആവരണകല, എപ്പിത്തീലിയൽ ടിഷ്യൂ. ഈ എപ്പിത്തീലിയൽ ടിഷ്യൂ ആണ് പദാർത്ഥ സംവഹനത്തിന് സഹായിക്കുകയും ചെയ്യും. ഈ എപ്പിത്തീലിയൽ ടിഷ്യൂ ആണ് നമ്മളെ പ്രൊട്ടക്ഷൻ നൽകി നമ്മൾക്കൊരു ആവരണമായി പ്രവർത്തിക്കുന്നതും റെസ്പിറേഷനിലെല്ലാം നടത്തുന്നതും ഈ ആവരണകലയാണ്. അടുത്ത യോജകകല. യോജകകല എന്ന് പറയുമ്പോൾ കണക്റ്റീവ് ടിഷ്യൂ. പേര് പറയുന്നത് പോലെ തന്നെ പല കലകളെയും യോജിപ്പിക്കുന്നു, വിവിധ തരം ടിഷ്യൂസിനെ കമ്പൈൻ ചെയ്യിപ്പിക്കുന്നു. അതാണ് കണക്റ്റീവ് ടിഷ്യൂ. അത്
നമ്മളുടെ ബോൺസിനെല്ലാം നല്ല താങ്ങായി നിൽക്കുകയും കലകളുടെ ടിഷ്യൂസിനെല്ലാം നല്ല താങ്ങായി നിൽക്കുകയും നമ്മുടെ ദേഹത്തിന് ബലവും ദൃഢതയും നൽകുകയും ചെയ്യുന്നു. അടുത്ത പേശികല, മസ്കുലർ ടിഷ്യൂ. മസ്കുലർ ടിഷ്യൂവിന്റെ സഹായത്തോടു കൂടിയാണ് നമ്മൾക്ക് ചലിക്കുവാൻ സാധിക്കുന്നത്. മൂവ്മെന്റിനെല്ലാം സഹായിക്കുന്നത് പേശികലയാണ്. ഈ പേശികലയ്ക്ക് വികസിക്കുവാനും ചുരുങ്ങുവാനുമുള്ള കഴിവുണ്ട്. ഇതാണ് നിങ്ങളുടെ സൂചകത്തിലെ ആദ്യത്തെ ക്വസ്റ്റ്യൻ. അതിന്റെ ആൻസറാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഇത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകളിൽ വിശദമായി പഠിപ്പിച്ചിട്ടുണ്ട്. അടുത്ത്, ആമാശയം, കുടൽ എന്നീ അവയവങ്ങൾ പ്രധാനമായും ഏതൊക്കെ കലകൾ ചേർന്നാണ് രൂപപ്പെട്ടത്? ഞാൻ ഇപ്പോൾ പഠിപ്പിച്ചതാണ് ആമാശയവും കുടലും. നമ്മളുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ ഉള്ളതാണ് നമ്മളുടെ സ്റ്റൊമക്കും നമ്മളുടെ ഇൻറ്റസ്റ്റൈനും. ഇത് ഉണ്ടായിരിക്കുന്നത് 4 തരം കലകളിൽ നിന്നാണ്. ആ 4 തരം കലകൾ തന്നെയാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞ ഈ 4 തരം കലകൾ: നാഡീകല, ആവരണകല, പേശികല, യോജകകല. നെർവസ് സിസ്റ്റം, നെർവസ് ടിഷ്യൂ, എപ്പിത്തീലിയൽ ടിഷ്യൂ, കണക്റ്റീവ് ടിഷ്യൂ, മസ്കുലർ ടിഷ്യൂ. ഇതെല്ലാം ചേർന്നാണ് ആമാശയവും കുടലും നമ്മുടെ സ്റ്റൊമക്കും ഇൻറ്റസ്റ്റൈനൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. അടുത്ത്, ആമാശയത്തിന്റെ ധർമ്മം എന്ത്? നിങ്ങൾക്കെല്ലാം അറിയാമെങ്കിൽ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നേരെ പോകുന്നത് നമ്മുടെ ആമാശയത്തിലോട്ടാണ്. ആ ആമാശയത്തിൽ ചെന്നിട്ടാണ് ഈ ഡൈജഷൻ കംപ്ലീറ്റ് നടക്കുന്നതും. ഈ ഇൻറ്റസ്റ്റൈൻ കുറച്ച്, നമ്മുടെ കുടല് കുറച്ച് ഡൈജഷൻ നടത്തും. അതിന്റെ ബാക്കി ഡൈജഷൻ നടക്കുന്നത് നമ്മുടെ സ്റ്റൊമക്കിലാണ്, നമ്മളുടെ ആമാശയത്തിലാണ്. ഈ ആമാശയം എപ്പോഴും ഇങ്ങനെ ചുരുങ്ങി വികസിക്കുകയൊക്കെ ചെയ്ത് അങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആമാശയമാണ് നമ്മുടെ ആമാശയം. നമുക്ക് പുറമെ അത് ഫീൽ ചെയ്യുന്നില്ല എങ്കിലും അങ്ങനെ അതിന്റെ പ്രവർത്തന ഫലമായി നമ്മൾ കഴിക്കുന്ന ആഹാര പദാർത്ഥങ്ങളെല്ലാം നല്ല അരഞ്ഞ് നല്ല കുഴമ്പ് പരുവത്തിലായി മാറുന്നു. അപ്പോൾ നമ്മൾക്ക് കുടലിൽ കൂടി അത് ആഹാരം, അതിന്റെ പോഷകങ്ങളൊക്കെ ആഗിരണം ചെയ്യപ്പെടാനും സഹായിക്കുന്നു. അടുത്ത, കുടലിന്റെ ധർമ്മം എന്ത്? ഇൻറ്റസ്റ്റൈൻ. കുടലാണ് ദഹന പ്രക്രിയയ്ക്ക് കൂടുതൽ സഹായിക്കുന്നത്. പിന്നെ ഈ ആമാശയമാണ് നമ്മൾ ആഹാരമെല്ലാം സംഭരിച്ചു വെക്കുന്നത്, സ്റ്റോർ ചെയ്ത് വെക്കുന്നത് ആമാശയമാണ്, നമ്മുടെ സ്റ്റൊമക്കാണ്. ഈ കുടലാണ് ഡൈജഷൻ നടത്തുന്നതും ഭാഗികമായിട്ട് ആമാശയം നടത്തും, ബാക്കി ഡൈജഷൻ നടത്തുന്നതും കുടലാണ്. ഈ ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ ആഗിരണം ചെയ്യുന്നതും കുടലാണ്. അടുത്ത്, കലകൾ നിർവഹിക്കുന്ന കർമ്മങ്ങൾ തന്നെയാണോ അവ ചേർന്നുണ്ടായ അവയവത്തിനുള്ളത്? അല്ല. ഇപ്പോൾ നമ്മൾ 4 കലകളെ കുറിച്ച് പറഞ്ഞു, 4 ടിഷ്യൂകളെ കുറിച്ച് പറഞ്ഞു. ഈ നാഡീകല, ആവരണകല, ഇങ്ങനെ 4 കലകളെ കുറിച്ച് പറഞ്ഞു. ഈ കലകളുടെ ഓരോന്നിന്റെയും ഫംഗ്ഷനും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ആ 4 കലകളിലും പറഞ്ഞ ഫങ്ഷൻസ് ആണോ നമ്മളുടെ സ്റ്റൊമക്കും ഇൻറ്റസ്റ്റൈനും, നമ്മളുടെ വയറും നമ്മളുടെ ആമാശയവും നമ്മളുടെ കുടലും ഒക്കെ ചെയ്യുന്നത്? അല്ല. അവയ്ക്ക് അവയുടേതായ ഫങ്ഷൻ ഉണ്ട്. ഈ 4 കലകളും ചേർന്ന് ഉണ്ടായതായാലും ഒരു വ്യത്യസ്തമായ ഒരു പ്രത്യേക തരം കർമ്മമാണ് ഈ അവയവങ്ങൾ, ഈ ഓർഗൻസ് നിർവഹിക്കുന്നത്. നമ്മളുടെ സ്റ്റൊമക്കും ഇൻറ്റസ്റ്റൈനും ലിവറും ഒക്കെ നിർവഹിക്കുന്നത് വിവിധ ഫങ്ഷൻസ് ആണ്. അല്ലാതെ എപ്പിത്തീലിയൽ ടിഷ്യൂ, നെർവസ് ടിഷ്യൂ ഒക്കെ ചെയ്യുന്ന ആ ഫങ്ഷൻസ് അല്ല നിർവഹിക്കുന്നത്. കമ്പൈൻ ചെയ്തിട്ട് വേറെ പുതിയ ഇനം ഫങ്ഷനാണ്. നമ്മുടെ ബോഡിക്ക് വേണ്ട ഓരോ ഫങ്ഷനും നിർവഹിക്കും. അവയവങ്ങൾ ചേർന്ന് അവയുടെ കൂട്ടായ്മ രൂപപ്പെടുന്നത് കൊണ്ടുള്ള ഗുണം എന്ത്? അവയവങ്ങൾ, നമ്മൾ പറഞ്ഞ അവയവങ്ങൾ, നമ്മുടെ കൈകാലുകളെല്ലാം അവയവങ്ങളാണ്. അതുപോലെ നമ്മുടെ സ്റ്റൊമക്ക്, ഇൻറ്റസ്റ്റൈൻ, ലിവർ എല്ലാം അവയവങ്ങളാണ്. ഈ അവയവങ്ങൾ ചേർന്ന് ഒരു അവയവ വ്യവസ്ഥ തന്നെ ഉണ്ടാകും, ഓർഗൻ സിസ്റ്റം തന്നെ ഉണ്ടാകും. ഈ ഓർഗൻ സിസ്റ്റം അവയുടെ കൂട്ടായ്മ രൂപപ്പെടുന്നതിനുള്ള ഗുണം എന്തെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ ഓർഗൻ സിസ്റ്റം, അവയവ വ്യവസ്ഥ ഉണ്ടാകുന്നത് കൊണ്ടാണ് നമ്മളുടെ പല പ്രവർത്തനവും നടക്കുന്നത്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ ദഹിച്ച് നമ്മൾക്ക് വേണ്ട പോഷകമായി മാറുന്നത്. പിന്നെ നമ്മൾക്ക് വേണ്ടാതെ, നമ്മൾ കഴിച്ച ഭക്ഷണത്തിൽ നമുക്ക് വേണ്ടാത്ത സാധനങ്ങളെല്ലാം വിസർജ്യ വസ്തുവായി പോകുന്നത്. ഇത് എല്ലാം ഈ അവയവ വ്യവസ്ഥയുടെ ഫലമായിട്ടാണ്. ഈ അവയവ വ്യവസ്ഥ ഉണ്ടായി, ഓർഗൻ സിസ്റ്റം ഉണ്ടാകും. നമ്മൾ ശ്വസിക്കുന്നത് റെസ്പിറേറ്ററി സിസ്റ്റം, ആ റെസ്പിറേഷൻ നടക്കുന്നത്. ഇതുപോലെ നമ്മുടെ എക്സ്ക്രീഷൻ, ഡൈജഷൻ, ഇതെല്ലാം നടക്കുന്നത് ഓരോ ഓർഗൻ സിസ്റ്റമാണ്, അവയവ വ്യവസ്ഥയാണ്. അങ്ങനെ നമ്മൾക്ക് വേണ്ട എല്ലാ ധർമ്മവും നിർവഹിച്ചു തരുന്നത് ഈ അവയവ വ്യവസ്ഥയാണ്. അതാണ് അതിന്റെ ഗുണം.
കലകൾ ചേർന്ന് അവയവങ്ങൾ ഉണ്ടാകുന്നു. അങ്ങനെ അവയവങ്ങൾ ചേർന്നാലോ അവയവങ്ങൾ ചേർന്നിട്ടാണ് അവയവ വ്യവസ്ഥ ഉണ്ടാകുന്നത്, ഓർഗൻ സിസ്റ്റം ഉണ്ടാകുന്നത് ഈ അവയവങ്ങൾ ചേർന്നിട്ടാണ്. നിങ്ങൾ ഇനി ഞാൻ കാണിക്കുന്ന പിക്ചറിന്റെ സഹായത്തോടു കൂടി ഇത് വിശദമായി തന്നെ മനസ്സിലാക്കുക. ദഹന വ്യവസ്ഥ എന്ന് പറയുന്നത് ആമാശയം, കുടല്, കരള് ഇവയെല്ലാം ചേർന്നതാണെന്ന് നമ്മൾ പഠിച്ചു. പക്ഷേ ഈ അവയവം നമ്മുടെ അവയവങ്ങളെ ദഹിപ്പിക്കുന്ന ഡൈജഷൻ പ്രവർത്തനം കൊണ്ട് മാത്രം ഇത് ആഗിരണം ചെയ്യുന്ന ഈ ഭക്ഷണ പദാർത്ഥം, ഈ പോഷകങ്ങൾ നമ്മുടെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിപ്പെടുക സാധ്യമല്ല. ഇപ്പോൾ നമ്മളുടെ ഈ ദഹന വ്യവസ്ഥ മാത്രം മതിയോ നമ്മളുടെ വേറെ എല്ലാ ഫംഗ്ഷനും നിറവേറ്റി കൊണ്ടുപോകുവാൻ? അല്ല. അപ്പോൾ അതിനു വേണ്ടി നമ്മൾക്ക് ഓരോന്നിനും ഓരോ പ്രത്യേക അവയവ വ്യവസ്ഥയുണ്ട്. അതിന് നിങ്ങൾക്ക് ഓരോന്നും ഇപ്പോൾ നമ്മൾക്ക് നമ്മുടെ നെർവസ് സിസ്റ്റം, റെസ്പിറേറ്ററി സിസ്റ്റം, എക്സ്ക്രീറ്ററി സിസ്റ്റം, കാർഡിയാക് സിസ്റ്റം, ഇങ്ങനെ പല അവയവ വ്യവസ്ഥകളുണ്ട്. നാഡീ വ്യവസ്ഥ, നെർവസ് സിസ്റ്റം എന്ന് പറയുമ്പോൾ നാഡീ വ്യവസ്ഥ, നമ്മുടെ തലച്ചോറിന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്ന നാഡീ വ്യവസ്ഥ, നമ്മുടെ ഹൃദയത്തിലെ രക്തത്തിനെ എല്ലാം പമ്പ് ചെയ്ത് രക്തം വിവിധ ഭാഗങ്ങളിൽ എത്തിച്ച് ഓക്സിജൻ സപ്ലൈ എല്ലാം ചെയ്യുന്നത് നമ്മുടെ കാർഡിയാക് സിസ്റ്റം, നമ്മുടെ ഹൃദയ വ്യവസ്ഥയാണത്. കാർഡിയാക് സിസ്റ്റമാണ് ഇതെല്ലാം ചെയ്യുന്നത്. പിന്നെ രക്തപര്യന വ്യവസ്ഥ. പിന്നെ നമ്മൾക്ക് അടുത്തുള്ളത് നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റം, നമ്മുടെ ശ്വസനം, നമ്മുടെ മൂക്ക്, ത്വക്ക്, നമ്മുടെ ശ്വസനത്തിന് വേണ്ട എല്ലാ പ്രവർത്തനങ്ങളും ക്രമീകരിച്ച് കൊണ്ടുപോകുന്നത് ശ്വസന വ്യവസ്ഥയാണ്. അതാണ് റെസ്പിറേറ്ററി സിസ്റ്റം. പിന്നെ നമ്മുടെ എക്സ്ക്രീഷൻ, നമ്മുടെ വിസർജനങ്ങളെല്ലാം സാധ്യമാകുന്നത് വിസർജന വ്യവസ്ഥയുണ്ട്, എക്സ്ക്രീറ്ററി സിസ്റ്റം. ഇതേപോലെ പ്രത്യേക സിസ്റ്റം ഉണ്ട്. ഈ ഓരോ സിസ്റ്റത്തിന്റെയും ഫലമായിട്ടാണ് നമ്മളുടെ ഈ സങ്കീർണമായ ഈ ബോഡിയിൽ പല പ്രവർത്തനങ്ങളും നടന്നു പോകുന്നത്. നിങ്ങൾക്ക് ഇതൊരു കോളം ഫില്ല് ചെയ്യാനുണ്ട്. ഹൃദയം, രക്തക്കുഴൽ, അവയവങ്ങൾ. ഹൃദയം, രക്തക്കുഴൽ, ഇത് ഏത് വ്യവസ്ഥ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഹൃദയം, രക്തക്കുഴലൊക്കെ ചേർന്നതാണ് രക്തപര്യന വ്യവസ്ഥ, കാർഡിയാക് സിസ്റ്റം. മൂക്ക്, ശ്വസനനാളം, ശ്വാസകോശം ഇവയെല്ലാം ചെയ്യുന്നതാണ് ശ്വസന വ്യവസ്ഥ, അതാണ് റെസ്പിറേറ്ററി സിസ്റ്റം. വൃക്ക, മൂത്രനാളി, മൂത്രസഞ്ചി ഇതെല്ലാം നമ്മുടെ എക്സ്ക്രീറ്ററി സിസ്റ്റം, നമ്മുടെ വിസർജന വ്യവസ്ഥ. തലച്ചോറ്, നാഡികൾ ഇവയെല്ലാം നെർവസ് സിസ്റ്റം, നാഡീ വ്യവസ്ഥ. ഇങ്ങനെ ഓരോന്നിനും ഓരോ പ്രവർത്തനങ്ങൾക്കും ഓരോ സിസ്റ്റം ഉണ്ട്. നമ്മൾ ഈ അവയവ വ്യവസ്ഥയെ കുറിച്ച് പഠിക്കുമ്പോൾ തന്നെ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് സംഗതികളുണ്ട്. നമ്മളുടെ ഈ അവയവ വ്യവസ്ഥ ഇതെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് ആറ്റം, മോളിക്യൂൾ, ടിഷ്യൂസ്, ഇങ്ങനെ ഓരോ സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ട് ഓരോ സെൽ ഡിവിഷനും നടന്ന് ആണ് നമ്മുടെ ഈ ബോഡി സിസ്റ്റം, നമ്മുടെ അവയവ വ്യവസ്ഥ ഉണ്ടായിരിക്കുന്നത്. ഏറ്റവും ആദ്യമുള്ള ഏറ്റവും മൈന്യൂട്ട് ആയിട്ടുള്ള നമ്മളുടെ ബോഡി പാർട്ട് ഏതാണെന്ന് ചോദിച്ചാൽ ആറ്റമാണ്. ഹൈഡ്രജൻ ആറ്റം, ഓക്സിജൻ ആറ്റം എന്നൊക്കെ നിങ്ങൾ കെമിസ്ട്രിയിൽ പഠിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ. ആ ആറ്റമാണ് നമ്മളുടെ ബേസിക് യൂണിറ്റ്. അതിൽ നിന്ന് പിന്നെ മോളിക്യൂൾ ആകും, തന്മാത്രകളാകും. ആ തന്മാത്രകൾ പിന്നെ ടിഷ്യൂസ് ആകും, കലകൾ ആകും. പിന്നെ അത് ഓർഗനലാകും, കോശ അംഗങ്ങളാകും, കോശമാകും, കോശ അംഗങ്ങളാകും. പിന്നെ അതെല്ലാം ചേർന്ന് ഒരു അവയവമാകും, ഓർഗനാകും. പിന്നെ ഒരു ഓർഗൻ സിസ്റ്റം ഉണ്ടാകും, അതാണ് അവയവ വ്യവസ്ഥ ഉണ്ടാകും. ഇങ്ങനെ പടിപടിയായി വന്നാണ് ഓരോ സങ്കീർണമായ ഓരോ ശരീരവും ഉണ്ടായിരിക്കുന്നത്. ഇത് പിന്നെ എക്സാമ്പിൾ മനുഷ്യരെ എടുക്കുകയാണെങ്കിൽ മനുഷ്യർ ഒറ്റ ജീവിയല്ല, ഒരു സമൂഹമായിട്ടാണ് മനുഷ്യർ ജീവിക്കുന്നത്. അപ്പോൾ ജീവികളുടെ ഒരു കൂട്ടം തന്നെയുണ്ട്, ഒരു സമൂഹം തന്നെയുണ്ട്, ഒരു കമ്മ്യൂണിറ്റി തന്നെയുണ്ട്. ഇങ്ങനെ പോകും നമ്മളുടെ സങ്കീർണത, അവയവ വ്യവസ്ഥയുടെ സങ്കീർണത ഇങ്ങനെ പോകും. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ളത് ഞാൻ കാണിച്ചു തരാം. ഏറ്റവും ചെറിയ ഈ തന്മാത്രയെ നമ്മൾ ആറ്റം എന്ന് പറയുന്നു. ആറ്റം കഴിഞ്ഞ് പിന്നെ അത് മോളിക്യൂൾ ആകുന്നു. മോളിക്യൂള് പിന്നെ സെൽ ഓർഗനലാകുന്നു. സെൽ ഓർഗനിൽ ചേർന്ന് സെല്ലാകുന്നു, ടിഷ്യൂ ആകുന്നു, ഓർഗൻ ആകുന്നു, ഓർഗൻ സിസ്റ്റം ആകുന്നു, ഓർഗാനിസം ആകുന്നു, പിന്നെ പോപ്പുലേഷൻ, കമ്മ്യൂണിറ്റി ഇങ്ങനെയായി മാറുന്നു. എന്ന് പറഞ്ഞാൽ ആറ്റം തന്മാത്രയാകുന്നു, തന്മാത്ര കലകളാകുന്നു, കലകൾ കൂട്ടം കൂടി കലകളുടെ എല്ലാം കൂട്ടം കൂടി അവയവങ്ങളാകുന്നു,
അവയവങ്ങളുടെ വ്യവസ്ഥ ഉണ്ടാകുന്നു, പിന്നെ സമൂഹമായി നമ്മൾ ജീവിക്കുന്നു. ഇത് എല്ലാം സാധ്യമാകുന്നത് കോശങ്ങളുടെ വിഭജനം മൂലമാണ്. കോശ വിഭജനം നടക്കുന്നത് മൂലമാണ് ഇതെല്ലാം സാധ്യമാകുന്നത്. ഇനി നിങ്ങൾക്ക് ടെക്സ്റ്റിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാനുണ്ട്, അത് ഞാൻ ഒന്ന് പറഞ്ഞു തരാം. ഇത് മെയിൻ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ മുൻപ് പഠിപ്പിച്ച് തന്നിട്ടുണ്ട്. എൻ്റെ ഈ ലെസണിലല്ല, ഇതിന്റെ മുൻപുള്ള ചാപ്റ്ററുകളിലുണ്ട്. അത് നിങ്ങൾ കറക്റ്റായി മനസ്സിലാക്കണം. അത് ഒന്ന് റിഫ്ലക്ട് ചെയ്യുക, ഒന്ന് ഓർക്കുക. ഞാൻ ഈ പറഞ്ഞു തന്നത് നിങ്ങളൊന്ന് ഓർക്കുക. പഴയ എൻ്റെ സ്ലൈഡുകളിൽ, എൻ്റെ പഴയ ക്ലാസ്സുകളിൽ പോയി നോക്കി സംശയമുണ്ടെങ്കിൽ മനസ്സിലാക്കുക. ഐഡന്റിഫൈ ആൻഡ് എക്സ്പ്ലെയിൻ ദി ഫോർമേഷൻ ഓഫ് ടിഷ്യൂസ് ഫ്രം സെൽസ്. പഠിപ്പിച്ച കാര്യത്താണല്ലോ ഞാൻ എങ്ങനെയാണ് കോശങ്ങളിൽ നിന്ന് കലകൾ ഉണ്ടാകുന്നതെന്ന് ഞാൻ പഠിപ്പിച്ചു തന്നതാണല്ലോ. അത് നിങ്ങൾ പഴയ ക്ലാസ്സിൽ നോക്കുക. ഐഡന്റിഫൈ ആൻഡ് എക്സ്പ്ലെയിൻ ദി ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് ആനിമൽ ടിഷ്യൂസ്. ആനിമൽ ടിഷ്യൂസിന്റെ എല്ലാം ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ, അത് പഠിക്കുക. ലിസ്റ്റ് ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഓഫ് മെരിസ്റ്റമാറ്റിക് സെൽസ്. മെരിസ്റ്റമാറ്റിക് സെൽസ് ഞാൻ പടം സഹിതം നിങ്ങൾക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതിന്റെ ടിപ്പിൽ സെൽ ഡിവിഷൻ റാപ്പിഡായിട്ട് നടക്കുന്നതും എളുപ്പം സെൽ വിഭജിക്കുന്നതും എല്ലാം ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഐഡന്റിഫൈ ആൻഡ് എക്സ്പ്ലെയിൻ ദി ഫോർമേഷൻ ഓഫ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സെൽസ് ഫ്രം ദി സൈഗോട്ട്. സൈഗോട്ടിൽ നിന്ന് എങ്ങനെയാണ് അത് വിഭജിച്ച് വേറെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സെൽസ് ഉണ്ടാകുന്നത് എന്നെല്ലാം ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്, നോക്കുക. ഐഡന്റിഫൈ ദി സ്ട്രക്ചർ ഓഫ് വേരിയസ് പ്ലാന്റ് ടിഷ്യൂസ് ആൻഡ് ലിസ്റ്റ് ദെയർ ഫങ്ഷൻസ്. അതും ഞാൻ പഠിപ്പിച്ച് തന്നതാണ്. അതിന്റെ ഫങ്ഷൻസ് എല്ലാം ലിസ്റ്റ് ചെയ്ത് പഠിപ്പിച്ചിട്ടുണ്ട്, നോക്കുക. ഐഡന്റിഫൈ ആൻഡ് ഇലസ്ട്രേറ്റ് ഡിഫറെന്റ് ലെവൽസ് ഓഫ് ഓർഗനൈസേഷൻ ഇൻ ഓർഗാനിസംസ്. അതും പഠിപ്പിച്ച് തന്നിട്ടുണ്ട്, നിങ്ങൾ പഴയ ക്ലാസ്സിൽ നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ലേറ്റസ്റ്റ് അസസ് നമുക്ക് നോക്കാം. അതില് ഒരു ഇല്ലസ്ട്രേഷൻ തന്നിട്ടുണ്ട്, ഒരു ഇല്ലസ്ട്രേഷൻ തന്നിട്ടുണ്ട്. അത് ഈ പടത്തിൽ നിന്നും നമ്മൾ നോക്കി മനസ്സിലാക്കണം ഓരോന്നിന്റെയും പ്രത്യേകതകൾ. അതിൽ ക്വസ്റ്റ്യൻ ഇതാണ്: ഒബ്സർവ് ദി ഇല്ലസ്ട്രേഷൻ ആൻഡ് റൈറ്റ് ദി ആൽഫബറ്റ് സ്യൂട്ടബിൾ ടു ഈച്ച് സ്റ്റേറ്റ്മെന്റ്. എന്താണ് കവേഴ്സ് ദി ബോഡി പാർട്സ്? അതാണ് എപ്പിത്തീലിയൽ ടിഷ്യൂ. നമ്മുടെ ബോഡി കവർ ചെയ്തിരിക്കുന്നത് എപ്പിത്തീലിയൽ ടിഷ്യൂ. പ്രൊവൈഡ് സപ്പോർട്ട്, പ്രൊട്ടക്ഷൻ ആൻഡ് ഷേപ്പ് മസ്കുലാർ ടിഷ്യൂ, പേശികളല്ല. ട്രാൻസ്പോർട്ട് സബ്സ്റ്റൻസസ് നമ്മുടെ പദാർത്ഥങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംവഹനം നടത്തുന്നതാണ് കണക്റ്റീവ് ടിഷ്യൂ, യോജക കല. ഹെൽപ്സ് ടു റെസ്പോണ്ട് ബൈ റിക്കഗ്നൈസിങ് ചേഞ്ചസ്. റിഫ്ലക്സ് ആക്ഷൻ പോലെ ചേഞ്ചസ് എല്ലാം എന്ത് പുറമെ നിന്നുള്ള എന്ത് ചേഞ്ചസും മനസ്സിലാക്കി അതിന് പ്രതിവിധി കാണുന്നത് എന്തോന്നാണ്? നമ്മളുടെ നെർവ് സിസ്റ്റമാണ്, നാഡീ വ്യവസ്ഥ. അടുത്തത് വിച്ച് among the following statements is not related to tissues? നമ്മളുടെ ടിഷ്യൂമായിട്ട് ബന്ധമില്ലാത്തത് എന്താണ്? കലകളുമായിട്ട് ബന്ധമില്ലാത്തത് എന്തോന്നാണ്? ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സെൽസ് ആർ സീൻ, സിമിലർ ടൈപ്സ് ഓഫ് സെൽസ് ആർ സീൻ, പെർഫോം സ്പെസിഫിക് ഫങ്ഷൻസ്, ഫോം ഫ്രം ഡിഫറെന്റ് സെൽസ്. ഇതിൽ എ ഒഴിച്ച് ബാക്കി എല്ലാം ടിഷ്യൂസിന്റെ പ്രത്യേകത തന്നെയാണ്, കലയുടെ പ്രത്യേകതകൾ തന്നെയാണ്. ഫ്രം ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സെൽസ് ആർ സീൻ എന്നുള്ളതാണ് അതിന്റെ ഡിഫറെന്റ്. അത് മാത്രമേ ഉള്ളൂ തെറ്റായിട്ടുള്ളത്. എ which indicator helps to identify collenchyma when it is observed through a microscope. collenchyma നമ്മൾ പറഞ്ഞു, collenchyma ആണ് കോർണറുകളിൽ ബൾജിങ് ഉള്ളത്, കോർണറുകളിൽ സെൽ തിക്ക് ആയിട്ടുള്ളതാണ് collenchyma. അപ്പോൾ only the corners of the cells are thick, അത് മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം തെറ്റാണ്. ഇതാണ് നമ്മുടെ സെൽ ക്ലസ്റ്റേഴ്സിനെ കുറിച്ച്, നമ്മുടെ കോശാലങ്ങളെ കുറിച്ചുള്ള ക്ലാസ്സിൽ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇതെല്ലാം മനസ്സിലേക്ക് കാണുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമന്റിൽ ചോദിക്കുക. താങ്ക് യു. എൻ്റെ ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ക്ലാസ് തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം, നിങ്ങൾ ലൈക്ക് ചെയ്യണം, നിങ്ങൾ ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കണം. മറക്കാതെ നിങ്ങളിത് നിരന്തരം കാണുകയും ചെയ്യണം. ഏതെങ്കിലും സംശയമുണ്ടെങ്കിൽ എൻ്റെ പുറകിലോട്ടുള്ള കുറേ യൂട്യൂബിൽ ഞാൻ ഇട്ടിട്ടുണ്ട്, യൂട്യൂബിൽ വീഡിയോ ഇട്ടിട്ടുണ്ട്, അതെല്ലാം നിങ്ങൾ പോയി നോക്കി മനസ്സിലാക്കുക. ഓക്കെ, താങ്ക് യു.